ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണങ്ങൾ തള്ളി പത്തനംതിട്ടയിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി താൻ ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല. നന്ദകുമാറിനെതിരെ പരാതി നൽകും. ആരോപണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസിലെ ദേശീയ നേതാവിന് പങ്കുണ്ടെന്നും അനിൽ ആന്റണി പറഞ്ഞു. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുനി, അനിൽ ആന്റണിക്ക് എതിരായ ഇത്തരത്തിലുള്ള ഒരു ആരോപണം അനിൽ ആന്റണി അത് പാടെ തള്ളിയിരിക്കുകയാണ്. മാത്രമല്ല ദേശീയ നേതാവിനെ കൂടി അങ്ങനെ ഒരു സൂചന കൂടി നൽകുന്നുണ്ട്, ഇതിന് പങ്കുണ്ട് എന്നുള്ള രീതിയിൽ കോൺഗ്രസിന്റെ. എന്തൊക്കെ കാര്യങ്ങളാണ് അനിൽ ആന്റണി പറഞ്ഞത് മാധ്യമങ്ങളോട്? ലക്ഷ്മി, ദല്ലാൽ നന്ദകുമാർ ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചു. അതിന് തൊട്ട് പിന്നാലെ തന്നെ ആരോപണങ്ങളെല്ലാം മുഴുവൻ തള്ളിക്കൊണ്ട് അനിൽ ആന്റണി രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസിന്റെ തനിക്കെതിരെ നടത്തുന്ന കുപ്രചരണം തെരഞ്ഞെടുപ്പ് ബ്ലാക്ക് മെയിലിംഗ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. ഇതിന് പിന്നിൽ കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ നേതാക്കൾക്ക് തന്നെ ഇങ്ങനെ ഇത്തരത്തിൽ തനിക്കെതിരെ കുപ്രചരണം നടത്തുന്നതിൽ പങ്കുണ്ട് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു അന്ന് അനിൽ ആന്റണി ഉന്നയിച്ചിരുന്നത്. തെളിവുകളുണ്ടെങ്കിൽ പുറത്തുവിടട്ടെ എന്ന ദല്ലാൽ നന്ദകുമാറിനെ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് തെരഞ്ഞെടുപ്പിന് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇത്തരത്തിലുള്ള ആരോപണമായി രംഗത്തെത്തിയിരിക്കുന്നത്. വീണ്ടും രംഗത്തെത്തിയതിന് പിന്നിൽ കോൺഗ്രസ് തന്നെയാണ്. തന്നെ തകർക്കുകയാണ് ലക്ഷ്യം. പത്തനംതിട്ട മണ്ഡലത്തിൽ താൻ ഏറെ ദൂരം മുന്നിലാണ്. പ്രചാരണത്തിലും ഒക്കെ രണ്ട് മുന്നണികളെക്കാൾ ഏറെ മുന്നിലായപ്പോൾ വിജയസാധ്യത ഏറ്റവും കൂടുതലുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ തനിക്കെതിരെ കുപ്രചരണങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നു. അതിന് പിന്നിൽ കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ താക്കോൽ സ്ഥാനത്തുള്ള ഒരു സംസ്ഥാന നേതാവും ഒപ്പം തന്നെ ദേശീയ നേതാവും ഈ ഒരു ആരോപണത്തിന് പിന്നിൽ നന്ദകുമാറിന് പിന്നിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് അനിൽ കെ ആന്റണി അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ആരുടെ കയ്യിൽ നിന്നും താൻ പണം വാങ്ങിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നന്ദകുമാറിനെതിരെ പരാതി നൽകും. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിലവിൽ പരാതി നൽകിയിട്ടുണ്ട്. കൂടുതൽ പരാതികളും നന്ദകുമാറിനെതിരെയുള്ള നടപടികളുമായിട്ട് തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകൾ മാറിയതിനു ശേഷം, തെരഞ്ഞെടുപ്പ് തിരക്കുകൾ ഒഴിഞ്ഞതിനു ശേഷം താൻ രംഗത്തിറങ്ങുമെന്നാണ് അനിൽ ആന്റണി വ്യക്തമാക്കിയിരിക്കുന്നത്. തനിക്ക് അനുകൂലമായിട്ടല്ല പത്തനംതിട്ടയിലെ മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത് പലപ്പോഴും കോൺഗ്രസിന് അനുകൂലമായിട്ടാണ്. അതുകൊണ്ടാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്തിറങ്ങാൻ സാധ്യമാകുന്ന കാര്യങ്ങളിലേക്ക് കോൺഗ്രസ് കടക്കുകയും ചെയ്യുന്നത് എന്ന് പറയുന്നു. സഭാ നേതൃത്വം അടക്കം തനിക്ക് പിന്തുണ നൽകിയ സാഹചര്യങ്ങളുണ്ട്. പത്തനംതിട്ട മണ്ഡലത്തിൽ ക്രിസ്ത്യൻ സഭകളുടെ അടക്കം വലിയ സ്വാധീനം തനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ക്രിസ്ത്യൻ സഭകളെ അടക്കം വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന തനിക്കെതിരെ കുപ്രചരണങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നു. വിജയസാധ്യത കൂടുതലുള്ള തന്നെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിലുള്ളത്. ഈ കാര്യങ്ങളെല്ലാം, ഈ ദല്ലാൽ നന്ദകുമാർ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവാസ്തവമാണ്. ആരാണ് ബ്ലാക്ക് മെയിലിംഗിന് പിന്നിലുള്ളത് എന്നും തനിക്ക് വ്യക്തമായിട്ടറിയാം. അതിനെ സംബന്ധിച്ചിട്ടുള്ള തെളിവുകളും തന്റെ പക്കലുണ്ടെന്നും അനിൽ ആന്റണി പറയുന്നു. പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്കെതിരെ താൻ ചില കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. അത് BJPയുടെ ദേശീയ വക്താവും ദേശീയ സെക്രട്ടറിയും എന്ന നിലയിൽ വളരെ ഗൗരവമായി കാണേണ്ട പല കാര്യങ്ങളുമാണ് താൻ പറഞ്ഞത്. UDF സ്ഥാനാർത്ഥിക്ക് പത്തനംതിട്ട ജില്ലയിലെ പല സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പുകളിൽ ബന്ധമുണ്ട്. UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും കുടുംബവും ഈ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യങ്ങളാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ താൻ അവതരിപ്പിച്ചത്. അതിന്റെ കൃത്യമായ തെളിവുകൾ തന്റെ പക്കലുണ്ട്. ഓരോ മാധ്യമ പ്രവർത്തകന്റെ ഫോൺ നമ്പർ തന്നാൽ ഈ തെളിവുകൾ താൻ പുറത്തുവിടാമെന്നും അനിൽ ആന്റണി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് BJPയുടെ ദേശീയ വക്താവ് എന്ന നിലയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വിട്ടിട്ട് പോലും അതിനെതിരെ മാധ്യമങ്ങൾ ശബ്ദിക്കുന്നില്ല. അതിനെതിരെ കൂടുതൽ വാർത്തകളുമായിട്ട് ആന്റോ ആന്റണിയെ സമീപിക്കുകയോ കൂടുതൽ പ്രതികരണങ്ങൾ തേടുകയോ ഒന്നും ചെയ്യാതെ തനിക്കെതിരെ ഇത്തരത്തിലുള്ള അവാസ്തവമായിട്ടുള്ള ആരോപണങ്ങൾ വരുമ്പോൾ തന്റെ പുറകെ വരുന്നു. ഇങ്ങനെ തനിക്ക് പ്രതികൂലമായിട്ടുള്ള വാർത്തകൾ നൽകുന്നതിനാണ് മാധ്യമങ്ങൾ ഉത്സാഹം കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. സഭാ നേതൃത്വം അടക്കം ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അടക്കം തനിക്ക് ഇന്നലെ പിന്തുണ നൽകിയിരുന്നു. ഈ പിന്തുണ നൽകിയ സാഹചര്യം പോലും വാർത്തയാക്കാൻ പല മാധ്യമങ്ങളും കൂട്ടാക്കിയിട്ടില്ല. അങ്ങനെ കോൺഗ്രസിന് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സാഹചര്യമാണ് ഇവിടെയുള്ളത്. ആ മാധ്യമ സാഹചര്യത്തിന്റെ കൂടി പ്രതിഫലനമാണ് തനിക്കെതിരെ ഇത്തരം വാർത്തകൾ ഉയർന്നു വരുന്നതിനുള്ള സാഹചര്യം വഴിയൊരുക്കുന്നതുമെന്നാണ് അനിൽ ആന്റണി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും തനിക്കെതിരെ വന്നിരിക്കുന്ന അനിൽ ആന്റണിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതം എന്ന് പറഞ്ഞുകൊണ്ട് അനിൽ ആന്റണി പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം ചില കാര്യങ്ങൾ താൻ വെളിപ്പെടുത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം നിയമ നടപടികളും ദല്ലാൽ നന്ദകുമാറിനെതിരെയുള്ള കൂടുതൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അനിൽ കെ ആന്റണി വ്യക്തമാക്കിയിരിക്കുന്നത്. ലക്ഷ്മി, മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.